നമസ്കാരം. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങിയതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ താപനില ഉയരുകയാണ്. അവധി ദിനങ്ങളുടെ ആലസ്യത്തിലും പ്രവർത്തകരുടെ ആവേശം അതേപടി നിലനിർത്താനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഇതിനിടയിൽ നാരങ്ങാവെള്ളം പോലും കുടിക്കാൻ പണമില്ലെന്ന കോൺഗ്രസിന്റെ പരിദേവനങ്ങൾ തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി അങ്കത്തട്ട് ആരംഭിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ആദ്യം നോക്കാം വോട്ട് ചിത്രം. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടങ്ങി. കൊല്ലത്ത് LDF സ്ഥാനാർത്ഥി M മുകേഷും കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ CITU ഓഫീസിൽ നിന്നും ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനായി മുകേഷ് കളക്ടറേറ്റിൽ എത്തിയത്. തുടർന്ന് വരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പത്രിക നൽകി. കൊല്ലത്ത് ഇടതുമുന്നണി ആദ്യ ദിനം തന്നെ വിജയമുറപ്പിച്ചതാണെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം മുകേഷ് പറഞ്ഞു. നമുക്ക് ഒന്നിനും ഒരു ഡൗട്ടില്ല. അല്ല, എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ, അവിടുന്ന് വരട്ടെ. ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട്, വേറെ ആൾ വരും, അതൊന്നും ഇല്ലല്ലോ. നോ കൺഫ്യൂഷൻ ആൻഡ് നോ ഡൗട്ട്. നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത്. തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടർ K ഇമ്പശേഖരന് പത്രിക സമർപ്പിച്ചു. ഏപ്രിൽ 4 നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം. അവധി ദിനങ്ങളായതിനാൽ മാർച്ച് 29, 31, ഏപ്രിൽ 1 തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല. സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5 നടക്കും. ഏപ്രിൽ 8 പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. വയനാട്ടിലെ UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി ഏപ്രിൽ 3 നാമനിർദ്ദേശ പത്രിക നൽകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തുടർന്ന് രാഹുൽ ഗാന്ധി മണ്ഡലത്തിലെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സജീവമാകും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പ്രചാരണത്തിനായി കേരളത്തിലെത്തുമെന്നാണ് പ്രതീക്ഷയെന്നും VD സതീശൻ പറഞ്ഞു. പ്രചരണത്തിന്റെ ഷെഡ്യൂൾ 2 ദിവസത്തിനുള്ളിൽ ലഭ്യമാവും. അദ്ദേഹം നോമിനേഷൻ നൽകാൻ വേണ്ടിയിട്ട് അദ്ദേഹം 3 തീയതി വയനാട്ടിൽ വരുന്നുണ്ട്. അന്ന് വലിയൊരു റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ കേരളത്തിൽ ദേശീയ നേതാക്കളുടെ പരിപാടികളെല്ലാം അടുത്ത ദിവസം തന്നെ പ്രഖ്യാപിക്കും. ധാരാളം പരിപാടികളിൽ ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെജിയും ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ, ദേശീയ നേതാക്കൾ ഈ നമ്മുടെ ഏകദേശം മിക്കവാറും എല്ലാ പാർലമെൻറ്റ് മണ്ഡലങ്ങളും കവർ ചെയ്യുന്ന രീതിയിലുള്ള പരിപാടിയാണ് കേരളത്തിലെ നേതൃത്വം അവർക്ക് സമർപ്പിച്ചിട്ടുള്ളത്. അതിന് അംഗീകാരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കണ്ണൂരിലൊരു പ്രകോപന സംഭവമുണ്ടായി. പയ്യാമ്പലത്ത് CPM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കിയിരിക്കുന്നു. പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടോ എന്ന് പറയാറായിട്ടില്ല. ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കമെന്നാണ് CPMന്റെ ആരോപണം. സംഭവത്തിൽ എന്തായാലും ACPയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി EK നായനാർ, CPIM മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ, കോടിയേരി ബാലകൃഷ്ണൻ, O ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് രാസദ്രാവകമൊഴിച്ചതായി ഇന്ന് രാവിലെ 10 മണിയോടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വ്യക്തമായ രാഷ്ട്രീയ ഉദ്ദേശത്തോടെയാണ് അക്രമികൾ സ്മൃതി കുടീരങ്ങളിൽ അതിക്രമം നടത്തിയതെന്നും ജില്ലയിലെ സമാധാന അന്തരീക്ഷം തകർക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും MV ജയരാജൻ പറഞ്ഞു. സ്മൃതി കുടീരം മോശമാക്കുക, എന്തെങ്കിലും രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തകർക്കുക എന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇത്തരം നേതാക്കന്മാർ ചെയ്ത നല്ല കാര്യങ്ങളെ മോശമാക്കുന്നതും മരിച്ചാലും വിടില്ല എന്ന് പറയുന്ന ഒരു നിലപാടുമാണ്. ഈ അക്രമികൾക്കൊരു രാഷ്ട്രീയ ഉദ്ദേശമുണ്ട്. ആ രാഷ്ട്രീയ ഉദ്ദേശം വളരെ വ്യക്തവുമാണ്. അപ്പം അത് തിരിച്ചറിയേണ്ടത് സമാധാന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനെ അലങ്കോലപ്പെടുത്തുക. സംഭവവുമായി ബന്ധപ്പെട്ട ACPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. സ്മൃതി കുടീരങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമം രാഷ്ട്രീയ പ്രേരിതമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ലെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കി. പ്രാഥമികമായിട്ട് നമുക്ക് ക്ലൂ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. എല്ലാം CCTV ഒരു 2-3 മണിക്കൂറുള്ള വീഡിയോ പരിശോധിക്കേണ്ടി വരും. അത് കുറച്ച് സമയമെടുക്കും. ഇപ്പോൾ ജസ്റ്റ് അന്വേഷണം തുടങ്ങിയിട്ടുള്ളൂ. സയൻറ്റിഫിക്കായിട്ട് ഞങ്ങളെല്ലാം എഫർട്ട് എടുത്തിട്ട് ഇതിൻ്റെ പ്രതിനെ പിടിക്കാൻ ഞങ്ങൾ പോകുന്നുണ്ട്. സംഭവത്തെ തുടർന്ന്
മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, കണ്ണൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി MV ജയരാജൻ, PK ശ്രീമതി, TV രാജേഷ് എന്നിവർ സ്മൃതി കുടീരങ്ങൾ സന്ദർശിച്ചു. കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. പ്രതികുടീരത്തിലെ അക്രമത്തിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സംഭവത്തിൽ ഗൗരവപൂർണമായ അന്വേഷണം വേണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. അന്വേഷിച്ച് കുറ്റവാളികളെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനാവണം. ഇത്തരത്തിലുള്ള എല്ലാ കോപ്രായങ്ങളെയും തെറ്റായ നിലപാടുകളെയും പ്രതിഷേധിക്കുക, ജനങ്ങൾ അണിനിരന്നുകൊണ്ട് തന്നെ പ്രതിഷേധിക്കുക, ഒപ്പം ആത്മസംയമനത്തോടുകൂടി മുമ്പോട്ടേക്ക് പോവുക. ഏത് സംഘർഷാത്മകമായ സാഹചര്യത്തിലും പയ്യാമ്പലത്ത് ഇതുപോലുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള ഒരു സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തേണ്ടെന്ന് ഒരു കാര്യമില്ല. അപ്പോൾ എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്നുള്ളത് ഗൗരവപൂർവ്വം കണ്ടുപിടിക്കേണ്ടതാണ്. ഇലക്ട്രൽ ബോണ്ട് അഴിമതിയുടെ ഭാഗമല്ലെന്ന് വിശദീകരിച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. അക്കൗണ്ട് വഴി കൈമാറ്റം ചെയ്യുന്ന പണം മാത്രമാണിത്. ഇലക്ട്രൽ ബോണ്ടിലെ കോടതി വിധി മാനിക്കുന്നുവെന്നും നിർമ്മല സീതാരാമൻ പറഞ്ഞു. It's an irony today they seem to say electoral bond was a big scam, it's a corruption. It was the law of the land. Every party benefited from the bonds which were raised. And just that doesn't justify it. What justifies it, as long as it was the law, the Supreme Court in its wisdom has removed it. I respect that decision. Account to account transaction shows you that it is absolutely white and traceable. You can track it to who gave it. So at least it is one step better than what prevailed earlier, where suitcases were coming, bagfuls of money were coming, unaccounted wealth was being poured into elections. Committed to removing black money from this country, and that is why the first decision after 2014, when Prime Minister Modi came in, was for forming an SIT for removal of black money. The work is going on and the progress. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്നും പൗരത്വ നിയമ ഭേദഗതി ചർച്ച വഴിമാറരുതെന്ന് ഇടതുമുന്നണി ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരത്തെ CAA വിരുദ്ധ റാലിയിൽ വീണ്ടും കേന്ദ്രത്തിനെതിരെ ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി. ഭരണഘടന പിച്ചി ചീന്തുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിൻ്റെതെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. നീതിന്യായ രംഗത്ത് പോലും കേന്ദ്ര സർക്കാർ കൈകടത്തുന്നുവെന്നും പിണറായി ആരോപിച്ചു. പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതിനോട് നമുക്ക് യോജിക്കാനാവില്ല. നമ്മൾ യോജിക്കുന്നോ യോജിക്കുന്നില്ലേ എന്നുള്ളതല്ല പ്രശ്നം. ഇന്ത്യൻ ഭരണഘടന അത് അംഗീകരിക്കുന്നില്ല. ഭരണഘടനയെ പല രീതിയിൽ പിച്ചി ചീന്തുന്ന, അപഹസിക്കുന്ന ഒട്ടേറെ സന്ദർഭങ്ങൾക്ക് നാം മൂകസാക്ഷികളായി. ജുഡീഷ്യറിയിൽ പോലും വല്ലാതെ കൈകടത്താനുള്ള ശ്രമങ്ങൾ നമ്മുടെ രാജ്യത്ത് ഉയരുന്നത് നാം കാണുന്നു. ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ചേരാത്ത രീതിയിലുള്ള ഒട്ടേറെ നടപടികൾ, നിയമവാഴ്ച ഉറപ്പുള്ള ഒരു രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത നിയമലംഘനങ്ങൾ, അത് കേന്ദ്ര ഏജൻസികൾ തന്നെ നടത്തുന്നത് നാം കാണുന്നു. പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിൽ ഇടതുമുന്നണിയുടെ നിയമം ചർച്ചയാകണമെന്ന് BJP ആഗ്രഹിക്കുന്നു. ഇന്ത്യയെ സംരക്ഷിക്കാനല്ല, ചിഹ്നം സംരക്ഷിക്കാനാണ് CPM മത്സരിക്കുന്നതെന്നും ഷിബു ബേബി ജോൺ പറഞ്ഞു. BJP ആഗ്രഹിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ചർച്ചാ വിഷയമായി പൗരത്വ നിയമം മാറണം എന്നുള്ളതാണ്. അവരാ കെണി ഒരുക്കുന്ന അതിൽ വീഴരുത്. രാജ്യത്തുടനീളമുള്ള വിലക്കയറ്റം കാരണമുള്ള പട്ടിണിയും ദാരിദ്ര്യവും അത് മറക്കുന്ന നിലയിലേക്കൊരു ഒരു വിഷയം വേണം എന്നുള്ളതും, അതിലുപരിയായി സ്വാഭാവികമായ ന്യൂനപക്ഷങ്ങൾ അടക്കം ഇതിനെതിരെ പ്രതികരിക്കുമ്പോൾ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ ധ്രുവീകരണം അവർക്ക് അനുകൂലമായി ഉണ്ടാകും എന്നുള്ളതുണ്ട്. ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇത് മുഖ്യ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹം BJP എന്താഗ്രഹിക്കുന്നോ അത് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നീക്കവുമായി മുന്നോട്ട് പോകുന്നത്. ഈ കാര്യത്തിലൊക്കെ കഥാതിരക്കഥ നരേന്ദ്രമോദിയാണെങ്കിൽ സംഭാഷണവും പശ്ചാത്തല സംഗീതവും പിണറായി വിജയൻ ഒരുക്കുന്നു എന്നുള്ളതാണ് ഈ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത. ഇന്ന് കേന്ദ്രവിരുദ്ധ പ്രചരണം LDFും UDFും കൊഴുപ്പിക്കുമ്പോൾ ദേശീയ നേതാക്കളെ രംഗത്തിറക്കിയാണ് BJPയുടെ മറുപടി. കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമെന്നും അനുവദിച്ചതിലും അധികം പണം കടമെടുക്കുന്നുവെന്നും കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ആരോപിക്കുന്നു. തിരുവനന്തപുരത്ത് NDA തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ സംസാരിക്കുകയായിരുന്നു അവർ. RBI தன்னோட ரிப்போர்ட்ல 5 டாப் ஸ்டேட்ஸ் இருக்கு இந்தியால
ഫൈനാൻഷ്യലി സ്ട്രെസ്ഡാ இருக்கா அந்த 5 டாப் ஸ்டேட்ஸ்ல கேரளா ஒன்று. கேரளத்து மக்களுடைய மிஸ்டேக் இல்லை. It's not the fault of the people of Kerala. It is because of the poor governance of Kerala. Continuously fiscal management poor-ஆ இருந்தா தான் அப்படி ஆகும். Not 1 year, not 2 years. Continuously. Kerala state's financial management has been so poor. 2016-17 லேந்து ஆரம்பிச்சு 2021-22 வரைக்கும் borrowing limits இருக்கு. அதை தாண்டி அதை circumvent பண்ணி I want more money to borrow. Off budget borrowing happened in Kerala. വോട്ടെടുപ്പ് EVM വഴിയായ ഇക്കാലത്തിന് മുന്നേ പഴയൊരു വോട്ട് പെട്ടി കാലമുണ്ടായിരുന്നു. മുതിർന്നവർക്ക് ഗൃഹാതുരത്വവും യുവതലമുറയ്ക്ക് അന്യവുമായ ഒരു വോട്ട് പെട്ടി കാലം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി സുരേഷ് തൻ്റെ അച്ഛനിൽ നിന്നും കൈമാറി കിട്ടിയ ആ പഴയ പോളിംഗ് ബോക്സ് ഇന്നും നിധി പോലെയാണ് സൂക്ഷിക്കുന്നത്. ആദ്യകാല വോട്ടിംഗ് പെട്ടി എങ്ങനെയെന്ന് പോലും അറിയാത്ത പുതുതലമുറയ്ക്ക് അത് പരിചയപ്പെടുത്താൻ കൂടിയാണ് വാഴാനി സ്വദേശി TV സുരേഷ് തനിക്ക് കൈമാറി കിട്ടിയ വോട്ടുപെട്ടി നിധി പോലെ സൂക്ഷിക്കുന്നത്. വാഴാനി വിഷ്ണുമായ ക്ഷേത്ര മഠാധിപതി കൂടിയായ സുരേഷിന്റെ കയ്യിലുള്ളത് ചരിത്രകഥ പറയുന്ന പൊന്നുപോലൊരു ബാലറ്റ് പെട്ടിയാണ്. പിതാവ് വേലുവാണ് വർഷങ്ങൾക്ക് മുൻപ് പെട്ടി സുരേഷിന് കൈമാറിയത്. പണ്ട് കാലത്തൊക്കെ ഈ വോട്ടും പെട്ടി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ യന്ത്രങ്ങളാണല്ലോ. അന്ന് പെട്ടിയിൽ ഇങ്ങനെ മഷിയിൽ കുത്തിയിട്ട് ഈ പഴുതുകൂടെ അങ്ങനെ ഇടലാണ്. അങ്ങനെ അച്ഛന് അങ്ങനെ ഉള്ള വോട്ടും പെട്ടി അന്ന് ലക്ഷം കഴിഞ്ഞപ്പോൾ അച്ഛന് കൗതുകം തോന്നിയിട്ട് അങ്ങനെ അച്ഛൻ ലാലം ചെയ്തെടുത്താണ്. അങ്ങനെ അച്ഛൻ കാത്ത് സൂക്ഷിച്ചു പോന്നു. അപ്പോൾ അച്ഛൻ്റെ ഒരു ഇതായപ്പോൾ അച്ഛൻ ഇത് നീ സൂക്ഷിക്കുന്നു പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചു. ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച പിതാവിന്റെ ഓർമ്മകൾക്കൊപ്പം തിരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ പഴമയുടെ ഗന്ധമുള്ള പെട്ടി അടുത്ത തലമുറയ്ക്ക് കൈമാറാനാണ് സുരേഷിന്റെ പദ്ധതി. അതെ, നമ്മുടെ വലിയ അച്ചാച്ചന്റെ പെട്ടിയാ, മുത്തച്ഛന്റെ കേട്ടോ. നീ പെട്ടി അച്ചാച്ചന്റെ തലമുറയ്ക്കായി നിനക്ക് കൈമാറണ്ടേ? ഇത് വെറും ഒരു മരപ്പെട്ടിയല്ല, മറിച്ച് നിരവധി ആളുകളുടെ ജയപരാജയങ്ങൾ നിർണയിച്ച ഒരു ജനാധിപത്യ രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ ചരിത്രത്തിന്റെ ഭാഗമായ വസ്തു കൂടിയാണെന്നും സുരേഷ് പറയുന്നു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ. ഇനി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വിശേഷങ്ങളുമായി ഇതാ ഈ വാഹനത്തിന് പിന്നാലെ. ഷാഫി പറമ്പിലും KK ശൈലജയും ധൈര്യമുണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ച് മത്സരിക്കണമെന്ന് വടകരയിലെ NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ. ദേശീയ തലത്തിൽ ഒന്നായ ഇടത് വലത് മുന്നണികൾ കേരളത്തിൽ കീരിയും പാമ്പും കളിക്കുന്നത് പ്രഹസനമാണെന്നും പ്രഫുൽ കൃഷ്ണൻ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് സജീവമാണ് വടകര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി CR പ്രഫുൽ കൃഷ്ണൻ. എങ്ങനെയുണ്ട് ഈ വടകരയിലെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? വടകര ഒന്നാം ഘട്ട പര്യടനം പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വടകരയുടെ ട്രെൻഡ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. വടകരയിൽ ഇടതു വലതു മുന്നണികൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ജനവികാരം ഇവിടെ മണ്ഡലത്തിൽ നിലനിൽക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ തീരദേശ മേഖലയുള്ള ഒരു മണ്ഡലമാണ്. മലയോര മേഖല, കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുത്തെ വോട്ടർമാർ നല്ല രാഷ്ട്രീയ ബോധമുള്ളവരാണ്. ഈ ഇരു മുന്നണികളെയും തെരഞ്ഞെടുത്ത് ഡൽഹിക്ക് അയച്ചാൽ എന്ത് ഗുണമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഒന്നുമില്ല. ഇതുവരെയായിട്ടും വടകര ഏറ്റവും വികസന മുരടിപ്പുള്ള 20 മണ്ഡലങ്ങളുടെ കൂട്ടത്തിൽ ഏതാണെന്ന് ചോദിച്ചാൽ അത് വടകരയാണെന്ന് പറയാൻ പറ്റും. ഞാൻ ഇന്ന് രാവിലെ ചോമ്പാല ഹാർബർ സന്ദർശിച്ചു. ഹാർബറിൻ്റെ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞാൽ ഹാർബറിൽ ഒരു തരത്തിലുള്ള മെയിൻ്റനൻസ് വർക്കുകൾ നടക്കുന്നില്ല. മത്സ്യസമ്പദ യോജന പ്രകാരം കേരളത്തിന് അനുവദിച്ച 700 കോടിയും ലാപ്സാകാൻ വേണ്ടി പോകുന്നു. 1,20 ലക്ഷം രൂപയുടെ 100 ബോട്ടുകളാണ് കേരളത്തിന് അനുവദിച്ചത്. അതിൽ 20 എണ്ണമേ കേരളം വാങ്ങിച്ചിട്ടുള്ളൂ. എന്താ കാരണം എന്നറിയോ? ബാക്കി 80 എണ്ണം വാങ്ങിക്കാത്ത എന്താ? 12 ലക്ഷം രൂപ
രൂപ സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമാണ്. അത് കൊടുക്കാൻ സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ പൈസയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും സംസ്ഥാന വിഹിതം കൊടുക്കാനില്ലാത്തതിൻ്റെ പേരിൽ കേന്ദ്ര പദ്ധതികളെല്ലാം തന്നെ അവതാളത്തിലാവുകയാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് മലയോര മേഖലയിലും അതുപോലെ തീരദേശ മേഖലയ്ക്കും കൊടുത്ത ഉറപ്പുകൾ അത് പാലിക്കാൻ ഇവിടുത്തെ ഇടതു മുന്നണിക്കും സാധിച്ചിട്ടില്ല, വലതിനും സാധിച്ചിട്ടില്ല. ഇത് സാധിക്കുക നരേന്ദ്രമോദിക്കാണ് എന്നുള്ളത് ഈ വടകരയിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ അപ്പോഴും ഇപ്പോൾ താങ്കൾ പറഞ്ഞൊരു ആരോപണം സംസ്ഥാന സർക്കാർ ഫണ്ട് വിനിയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ സംസ്ഥാന സർക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഫണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. നിർമ്മല സീതാരാമൻ തന്നെ അത് വളരെ കൃത്യമായി പറഞ്ഞല്ലോ. ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് കിട്ടിയ സംസ്ഥാനങ്ങൾ ഏതാ? ഏറ്റവും കൂടുതൽ കിട്ടിയത് 2ാം സ്ഥാനം കേരളത്തിലാണ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം കൊടുക്കേണ്ട. അപ്പോൾ GST നഷ്ടപരിഹാരം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. എന്തെല്ലാം പ്രപ്പോസലുകൾ കേന്ദ്രത്തിന് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഇനി കൊടുക്കാത്തത് എന്താ? കൊടുക്കാത്തത് കൃത്യമായ കണക്ക് കൊടുക്കാത്തത് കൊടുക്കില്ല, ഇല്ലേ? അത് കൊടുക്കാൻ സാധിക്കുമോ? അപ്പോൾ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഒരു അവഗണനയും സംസ്ഥാന സർക്കാരിനോട് കാണിച്ചിട്ടില്ല, ഒരു സംസ്ഥാനങ്ങളോടും കാണിക്കില്ല. സംസ്ഥാന സർക്കാരിൻ്റെ പ്രശ്നം സംസ്ഥാന സർക്കാരിൻ്റെ കഴിവുകേടാണ്, ധൂർത്താണ്. അതുകൊണ്ടാണ് പെട്രോൾ അടിക്കാൻ പോലും ഡീസൽ അടിക്കാൻ പോലും പോലീസിൻ്റെ കയ്യിൽ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കേരളം എത്തി നിൽക്കുന്നത്. 1.5 കോടി രൂപയുടെ ബസ് വാങ്ങാൻ പൈസ ഉണ്ടല്ലോ, 55 ലക്ഷത്തിൻ്റെ തൊഴുത്തുണ്ടാക്കാലോ, ലക്ഷക്കണക്കിന് രൂപയുടെ സ്വിമ്മിംഗ് പൂൾ പണിയാലോ. അപ്പോൾ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സഹമന്ത്രിമാർക്കും ഉല്ലാസയാത്ര നടത്താൻ പൈസയുണ്ട്. ഇവിടെ സാധാരണക്കാരൻ്റെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പൈസയില്ല. ഇന്ന് രാവിലെ ഞാൻ ഖാദി യൂണിറ്റ് സന്ദർശിച്ചു. അവിടുത്തെ ആളുകൾക്ക് ശമ്പളമില്ല, ഫാന് പോലും ഇല്ല, തകര ഷീറ്റിൻ്റെ താഴെ വേർത്തൊലിച്ചുകൊണ്ട് ജോലി ചെയ്യുകയാണ്. വടകരയിലെ സിറ്റിംഗ് MP ആയിട്ടുള്ള ഇപ്പോൾ തൃശ്ശൂർ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ പലപ്പോഴും ആരോപിക്കുമ്പോൾ വടകരയിലെ BJP സ്ഥാനാർത്ഥിയെ ആർക്കും അറിയാത്ത ഒരാളെയാണ് നിർത്തിയെന്ന ഒരു വ്യക്തി ആക്ഷേപം താങ്കൾക്കെതിരെ ഉൾപ്പെടെ നടത്തുന്നുണ്ട്. മാത്രമല്ല വടകരയിൽ BJP CPM അലയൻസ് ഉണ്ട് എന്ന തരത്തിൽ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നുണ്ട്. നോക്കൂ, ഈ അങ്ങ് പറഞ്ഞ ഈ സ്ഥാനാർത്ഥി പറഞ്ഞ പല പ്രസ്ഥാനങ്ങളും അങ്ങക്ക് ഓർമ്മയുണ്ടോ? അഹമ്മദ് പട്ടേലിനെ അലൂമിനിയം പട്ടേൽ എന്ന് വിളിച്ച മഹാനാണ്, അല്ലേ? പിന്നെ അദ്ദേഹം നടത്തിയ എല്ലാ പ്രസ്ഥാനങ്ങളും ഇങ്ങനെ തന്നെയാണ്. നോക്കൂ, അദ്ദേഹം എത്ര പ്രാവശ്യം പാർട്ടി മാറിയിട്ടുണ്ട്? ഏതെങ്കിലും ഒരു പാർട്ടിയിൽ സ്ഥിരമായി നിൽക്കുന്നുണ്ടോ? CPI എതിർത്തിട്ടില്ലായിരുന്നു എങ്കിൽ ഇന്ന് LDFൻ്റെ ഭാഗമായിരിക്കേണ്ട മാന്യ വ്യക്തിയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് യാതൊരുവിധ സ്ഥലകാല ബോധവുമില്ലാതെ പ്രതികരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ വാളയാറ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് അതിർത്തി കഴിഞ്ഞാൽ എന്താ സ്ഥിതി? ഇവർ രണ്ടുപേരും ഒന്നിച്ചൊന്നായി മത്സരിക്കുന്നവരാണ്. ആരാണ് ഇവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? കോമൺ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാ? LDFൻ്റെയും UDFൻ്റെയും ഒരേ ആളല്ലേ? അപ്പോൾ INDI സഖ്യത്തിൻ്റെ ഭാഗമാണ് ഇരു മുന്നണികളും. ഇവരാണ് ഒരേ പാർട്ടിക്കാർ, ഇവരാണ് ഒരേ വേദി പങ്കിടുന്ന ആളുകൾ. കേരളത്തിൽ മാത്രം എന്തിനാണ് കീരിയും പാമ്പും കളിക്കുന്നത്? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരില്ല എന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. നോക്കൂ, പാലക്കാട് എന്തിനാണ് ഉപതെരഞ്ഞെടുപ്പ്? ഇവിടെ വടകരയിൽ സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞു താല്പര്യമില്ലായിരുന്നു വടകര വരാൻ. K മുരളീധരൻ മാറുന്നു, വേറൊരാൾ വരുന്നു, അപ്പോൾ താല്പര്യമില്ലെന്നും വടകര വേണ്ട എന്ന് പറഞ്ഞവരാണ്. വടകരയിലെ ജനങ്ങൾ പറയുന്നത് എന്താ പറയുക? വടകര വേണ്ട എന്ന് പറഞ്ഞവർക്ക് ആ വടകരക്കാർക്ക് അത്തരം ആളുകളെ വേണ്ട എന്ന് വടകരക്കാർ തീരുമാനമെടുക്കാൻ പോവുകയാണ്. എന്നാലും അത്ര ധൈര്യം ഉണ്ടെങ്കിൽ MLA സ്ഥാനം രാജിവെച്ചിട്ട് വരണ്ടേ മത്സരിക്കാൻ? അതല്ലേ മര്യാദ, അതല്ലേ ചങ്കൂറ്റം, അല്ലേ? അതെന്താ കാണിക്കാത്തത്? ധൈര്യമില്ല, ആത്മവിശ്വാസവും ഇല്ല, പുറത്തേക്ക് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അട്ടിമറി വിജയം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ NDA അട്ടിമറി വിജയം നേടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നമുക്ക് കാത്തിരുന്ന് കാണാം. BJP പറയുന്നത് D ക്ലാസ് മണ്ഡലം എന്നാണ്, പക്ഷേ അത് A ക്ലാസ് മണ്ഡലമാക്കി കൊടുക്കും. നിങ്ങൾ പല മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് എടുത്തല്ലോ. ഞങ്ങൾക്കുണ്ടായിരുന്ന വോട്ട് ഷെയറിൽ വലിയ വർധനവുണ്ടാകുമെന്ന് പറയുന്നത് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയാണല്ലോ. ഞങ്ങൾക്കത് കൃത്യമായിട്ട് നിങ്ങൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്കറിയാം വടകര മണ്ഡലത്തിൽ ശക്തമായ അടിയൊഴുക്കുണ്ട്, അടിയിലുണ്ട് ആ സ്പാർക്ക് ആളി കത്തി അത് പടർന്ന് എന്താണ് വലിയ അത്ഭുതങ്ങൾ വടകര മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ ഇനി ദിവസങ്ങളെ ബാക്കിയുള്ളൂ. നമുക്ക് കാണാം. എന്തായാലും വടകര ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ അടിയൊഴുക്കുകൾ BJPക്ക് അനുകൂലമായിട്ടുണ്ട്. അത് വിജയമായി മാറും എന്ന് തന്നെയാണ് CR പ്രഫുൽ കൃഷ്ണൻ പറയുന്നത്. ക്യാമറ പേഴ്സൺ മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ഇത് സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും കാര്യമായ പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുമെന്നും അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആറ്റിങ്ങലിൻ്റെ UDF സ്ഥാനാർത്ഥി ഇത് 2ാം വട്ടവും മത്സരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നു. ഇത്തവണ എന്താണ് നമ്മുടെ ഒരു പ്രത്യേക അജണ്ട ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉറപ്പാക്കുന്നത്? ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പാക്കുവാൻ കഴിഞ്ഞ നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകണം.
ആ പൂർത്തീകരണം ഉണ്ടാകുന്നതിനും പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തി ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങൾക്ക്, എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വർഷക്കാലത്തെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ. ആ ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കളിസ്ഥലങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആറ്റിങ്ങൽ സംബന്ധിച്ചിടത്തോളം കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റ് മനസ്സിലുണ്ടോ? അത്തരത്തിൽ പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കാൻ, പക്ഷേ ഒരു പ്രശ്നമുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനൊക്കെ സഹായങ്ങൾ ആവശ്യമാണ്. ഭൂമി കണ്ടെത്തണം. ആ ഭൂമി കണ്ടെത്തിയാൽ മാത്രം പോരാ, സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചു എങ്കിൽ മാത്രമേ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിച്ച് എടുപ്പിക്കാൻ പറ്റുള്ളൂ. പെൻഷൻ കിട്ടുന്നില്ല, അത്തരം പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ മനസ്സിലുണ്ടോ? കയർ മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും കശുകണ്ണ് മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും അതുപോലെ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. 1985 ഇവിടെ ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി രൂപീകരിക്കുവാൻ വേണ്ടി, എന്ന് വെച്ചാൽ ESI കോർപ്പറേഷൻ്റെ ഒരു ആശുപത്രി സമുച്ചയം ഇവിടെ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ട് അതിനൊരു പദ്ധതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തു എങ്കിൽ നാളിതുവരെ നടപ്പാക്കാൻ കഴിയാതെ പോയി. 2019 ഞാൻ MP ആയി വന്നതിന് ശേഷം മാത്രമാണ് ആ ഭൂമി അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ആ പദ്ധതി നടപ്പാക്കുവാൻ ESI കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നടപടികൾ സ്വീകരിച്ചു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഇതൊരു ഔദാര്യമായി കാണേണ്ട കാര്യമില്ല. എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത എങ്ങനെയാണ്? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളരെയധികം മുന്നേറുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഈ സംവിധാനം വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഇപ്പോൾ മോഡി അതുപോലെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത് പോലെയല്ല, പല വ്യത്യാസങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നാം അതിനെ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലൊരു സാധ്യത UDF 100% പരിപൂർണമായി UDF വിജയം കൈവരിക്കാനുള്ള അവസരമുണ്ടാകും. ഇവിടെ ഒരു ഭാഗത്ത് കേന്ദ്ര മന്ത്രിസഭ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും അതുപോലെ ജനദ്രോഹപരമായ നടപടികൾക്കും എതിരെയുള്ള ഒരു ശബ്ദമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നത്. അനേകം ആളുകൾ അവർക്ക് പെൻഷൻ ലഭ്യമാകാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകളാണ് ഈ കേരളത്തിലുള്ളത്. ആ പെൻഷൻ കൊടുക്കാൻ തയ്യാറാകാതെ ഇന്ന് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു. അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. SFI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന, ആ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഈ പ്രദേശത്തുകാരനാണ് സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥിനുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ശക്തമായ ശബ്ദവും പ്രവർത്തനവും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേരോടുന്ന ഒരു മണ്ണല്ല കേരളം എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഈ പ്രാവശ്യവും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കും. ത്രികോണ മത്സരം 3 പേര് മത്സരിക്കുമ്പോൾ അത് ത്രികോണ മത്സരമാകും. അത് എല്ലാ തവണയും ത്രികോണ മത്സരമായി മാറാറുണ്ട്. കഴിഞ്ഞ തവണയും ത്രികോണ മത്സരമായിരുന്നു, ഈ തവണയും ത്രികോണ മത്സരമായി വന്നിട്ടുണ്ട്. അത് ഒരു വ്യക്തികളെ ആശ്രയിച്ചല്ല,
ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവിടെ മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആഗ്രഹിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നു. തൊഴിലാളിക്ഷേമം മുൻനിർത്തി തന്നെയായിരിക്കും തൻ്റെ പ്രവർത്തനമെന്നും കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നെടുമങ്ങാട് നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം D. ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ഇനി കാണാം ചരിത്ര സ്പന്ദനം. കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇടം നേടിയ വിജയമാണ് PC തോമസിൻ്റേത്. 2004 തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികളെയും വെല്ലുവിളിച്ച് മൂവാറ്റുപുഴയിൽ PC തോമസ് വിജയക്കൊടി പാറിച്ചപ്പോൾ രാഷ്ട്രീയ ചലനങ്ങൾ ഏറെയായിരുന്നു. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ച ത്രികോണ മത്സരമാണ് മൂവാറ്റുപുഴ മണ്ഡലത്തിൽ നടന്നത്. UDFന് വേണ്ടി കേരള കോൺഗ്രസ് M സ്ഥാനാർത്ഥി ജോസ് കെ മാണിയും ഇടതുമുന്നണിക്ക് വേണ്ടി PM ഇസ്മയിലും അംഗത്തിനിറങ്ങി. പാർട്ടി ലീഡറായ KM മാണി മകൻ ജോസ് കെ മാണിക്ക് സീറ്റ് നൽകിയതിൽ പ്രതിഷേധിച്ച PC തോമസ് കേരള കോൺഗ്രസിൽ നിന്നും രാജിവെച്ച് IFDP എന്ന പാർട്ടി രൂപീകരിച്ച മൂവാറ്റുപുഴയിൽ ഇരു മുന്നണികൾക്കുമെതിരെ പോരിനിറങ്ങി. NDA PC തോമസിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ തീപ്പാറുന്ന ത്രികോണ മത്സരത്തിനാണ് മണ്ഡലം സാക്ഷ്യം വഹിച്ചത്. KM മാണി കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അമരക്കാരനായിരുന്നു PC തോമസ്. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് PT ചാക്കോയുടെ മകൻ കൂടിയായ PC 1989 മുതൽ തുടർച്ചയായി മൂവാറ്റുപുഴയിൽ നിന്നും ലോക്സഭയിലേക്ക് ജയിച്ചിരുന്നു. പാർട്ടിയിൽ തൻ്റെ പിൻഗാമി മകനാകണമെന്ന് KM മാണി തീരുമാനിച്ചതോടെയാണ് PC തോമസിനെ മാണി വെട്ടിയത്. ജോസ് കെ മാണിയെ പാർട്ടി നേതാവായി വളർത്തുന്നതിൽ അമർഷമുണ്ടായിരുന്ന ഒരു വിഭാഗം നേതാക്കൾ PC തോമസിനെ രഹസ്യമായി സഹായിച്ചുവെന്ന് വോട്ടെണ്ണിയപ്പോൾ മനസ്സിലായി. ഇരു മുന്നണികളെയും അമ്പരപ്പിച്ചുകൊണ്ട് 529 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് PC തോമസ് ലോക്സഭയിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചത്. പിന്നീട് PC തോമസിന്റെ MP സ്ഥാനം ഹൈക്കോടതി റദ്ദാക്കി. വോട്ടർമാരെ സ്വാധീനിക്കാൻ മതവികാരം ചൂഷണം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി LDF സ്ഥാനാർത്ഥി PM ഇസ്മയിൽ നൽകിയ ഹർജി പരിഗണിച്ചായിരുന്നു വിധി. ഈ വിധി ശരിവെച്ച് സുപ്രീം കോടതി തോമസിന് അയോഗ്യത കൽപ്പിക്കുമ്പോഴേക്കും സഭയുടെ കാലാവധി തീർന്നിരുന്നു എന്നതും ചരിത്രം. ഇടതു വലതു മുന്നണികളെ അട്ടിമറിച്ച് NDA പിന്തുണയോടെ PC തോമസ് മൂവാറ്റുപുഴയിൽ വെന്നിക്കൊടി പാറിച്ചപ്പോൾ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തെ ഞെട്ടിച്ച വിജയം കൂടിയായിരുന്നു അത്. ഇലക്ഷൻ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. ഇനി തെരഞ്ഞെടുപ്പ് രംഗത്തെ പഞ്ച് ഡയലോഗിലേക്ക്. വോട്ട് പഞ്ച്. കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിനാൽ പ്രചാരണത്തിന് പണമില്ലാത്ത അവസ്ഥയെന്ന് K. മുരളീധരൻ. പ്രവർത്തകർ മുണ്ടുമുറുക്കിയെടുത്ത് നാരങ്ങാവെള്ളം പോലും കുടിക്കാതെയാണ് മുന്നോട്ടു പോകുന്നത്. ഇതുകൊണ്ടൊന്നും കോൺഗ്രസിനെ തളർത്താനാകില്ലെന്നും K. മുരളീധരൻ തൃശ്ശൂരിൽ പറഞ്ഞു. ഒരു സ്ഥാനാർത്ഥിക്ക് അനുവദിക്കുന്ന ചെലവഴിക്കാവുന്ന സംഖ്യ 95 ലക്ഷമാണ്. പക്ഷേ 25 ലക്ഷം പോലും കയ്യിലില്ല. പക്ഷെ എങ്കിലും ഞങ്ങളുടെ പ്രവർത്തകർ മുണ്ട് മുറുക്കി കൊടുത്ത് ഈ ചൂട് കാലത്ത് ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം പോലും കുടിക്കാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായിട്ട് രംഗത്ത്. അത് തന്നെയാണ് ഞങ്ങളുടെ ഉത്തേജനം. ഇത് വളരെ ക്രൂരമായിട്ടുള്ള സമീപനം, ഞാൻ അത്രയേ പറയൂ. പക്ഷേ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകരെ തളർത്തിയിട്ടില്ല. ഇതോടെ അങ്കത്തട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം.